ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ തിരുവചന പഠനത്തിൻ്റെ ഭാഗമായി പഴയ നിയമത്തിൽ ഏകസത്യദൈവമായ യഹോവയെ പറ്റിയുള്ള പരാമർശങ്ങൾ നാം പഠിച്ചു വരികയാണല്ലോ. അതിൻ്റെ 4-ാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിൻ്റെ 57-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. ഹോവേദയും പറഞ്ഞ വാക്യമാണല്ലോ. അതിൻ്റെ തുടർന്ന് 63-ാം അധ്യായത്തിൻ്റെ വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് 64-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കാം. അയ്യോ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഹല്ലേലൂയ. വളരെ വ്യക്തമായി സ്പഷ്ടമായി തിരുവചനം ദൈവത്തെപ്പറ്റി, ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റി വിവരിക്കുന്ന ഭാഗമാണല്ലോ കേട്ടത്. അതിൻ്റെ 8-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മലയുന്നവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. നമുക്ക് 65-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കാം. അതിങ്ങനെ പറയുന്നു: മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോവുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ 17-ാം വാക്യം: ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഇതൊക്കെ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണല്ലോ. ഒരു വിശദീകരണവും ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ് ദൈവമക്കളെ. അതിൻ്റെ 66-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 66-ാം അധ്യായം 1-ാം വാക്യം: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം! എൻ്റെ വിശ്രാമസ്ഥലവും ഏത്! എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്നും യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആ വാക്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ലാത്തതുകൊണ്ട് വളരെ വ്യക്തമോ സ്പഷ്ടവുമാണല്ലോ ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ 5-ാം വാക്യം: യഹോവ
യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരേ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങളെ പകച്ച് എൻ്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെത്താൻ മഹത്വീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ, എന്നാൽ അവർ ലജ്ജിച്ചു പോകും. ഹല്ലേലൂയ. അതിൻ്റെ 22 വാക്യം കൂടി വായിച്ച് ഈ ഭാഗം ക്ലോസ് ചെയ്യാം. 22 വാക്യം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതൊക്കെ യഹോവയായ സത്യദൈവം അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുവചനമാണല്ലോ ദൈവമക്കളെ. ഈ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കി ആത്മാവിൽ പ്രാർത്ഥിച്ച് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് അടുത്തതായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 13-ാം വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിക്കൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചത്? ഇപ്പോഴോ മിസ്രൈമിലേക്കുള്ള യാത്ര എന്തിന്? ശീഹോരിലെ വെള്ളം കുടിപ്പാനോ? അശൂരിലേക്കുള്ള യാത്ര എന്തിന്? ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരിശുദ്ധാത്മാവ് തന്നെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തുടർന്ന് നമുക്ക് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. അതിങ്ങനെ പറയുന്നു: ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല. ഇതൊക്കെ ദൈവജനം ശ്രദ്ധിച്ച് അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആഴങ്ങളിലേക്കും തിരിയണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ഇതിനുള്ള ഗ്രന്ഥത്തിൽ അതിങ്ങനെ പറയുന്നു: അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ചു സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവികളെ പരിച്ഛേദനയില്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അവർക്ക് അതിലിഷ്ടമില്ല. ഇതൊക്കെ ആരെക്കുറിച്ചാണെന്ന് ഗൗരവമായി ചിന്തിക്കൂ. നമുക്കത് ബാധകമാണോ എന്നൊക്കെ ഓരോരുത്തർ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. പിന്നെ നമുക്ക് എൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 24-ാം വാക്യം നമുക്കിങ്ങനെ വായിക്കാം: പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അപ്പോൾ അത് എന്നെ, അതായത് ദൈവത്തെ, യഹോവയായ ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അറിയാനുള്ള കൃപയ്ക്കായി ദൈവമക്കളെ നമുക്ക് തീക്ഷണമായി പ്രാർത്ഥിക്കാം. അടുത്ത വാക്യം: ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹോവയോ സത്യദൈവം,
അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയില്ല. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൻ്റെ കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറയുവിൻ. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹനിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ, അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥപ്രവൃത്തിയും തന്നെ. സന്ദർശനകാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശഗോത്രം അതെ. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇത്ര ഭംഗിയായിട്ട് പരിശുദ്ധാത്മാവ് വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അത് ഒരു വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അടുത്തതിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും. എൻ്റെ കൈയും എൻ്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും. എൻ്റെ നാമം യഹോവ എന്ന് അവർ അറിയും. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ സ്ഥിര സ്ഥാനമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശിയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. വയസ്സിലെ ശ്രോതാക്കളെ, നിങ്ങൾ ദയവായി പ്രാർത്ഥനാപൂർവം ഈ 23-ാം അധ്യായം വായിച്ച് ഗ്രഹിക്കണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. വളരെ അർത്ഥവത്തായ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കള്ളപ്രവാചകന്മാരുടെ വ്യക്തമായ ചിത്രം ദൈവം അക്കാലത്ത് യിരെമ്യാ പ്രവാചകനോട് പറഞ്ഞ അനേക കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിയും. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഞാനൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. സാമാന്യമായി നമുക്ക് വായിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദയവായി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23, 24, 25 അധ്യായങ്ങൾ ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം വായിച്ച് ധ്യാനിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. വിശേഷാൽ 23-ാം അധ്യായം അതെല്ലാം അതിനകത്ത് ഈ കള്ളപ്രവാചകന്മാരെ പറ്റി സ്വന്തം ആലോചനകൾ, സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന വിചാരങ്ങളും തോന്നലുകളും ഒക്കെ പ്രകടിപ്പിച്ച് മനുഷ്യനെ കളിപ്പിക്കുന്ന വളരെ വഞ്ചനാപരമായ നടപടികളെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ ഈ അധ്യായങ്ങളിൽ തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വിശദീകരണവും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്കറിയാമല്ലോ യേശുക്രിസ്തുവിനെ പറ്റി. യേശുക്രിസ്തു പോലും ഇതൊക്കെ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 23-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രചോദനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തുമാകട്ടെ, കള്ളപ്രവാചകന്മാരെ പറ്റിയുള്ള പരാമർശങ്ങൾ വളരെ ഗൗരവമായി കണ്ട് ചിന്തിക്കണമേ, പഠിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് തെറ്റുപറ്റിയാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വിനയത്തോടെ ആവർത്തിച്ച് ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് 27-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ഭൂമിയെയും
ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഈ സർവശക്തനായ ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയും സത്യദൈവം ആരെന്നും വെളിപ്പെടുത്തുന്ന ഈ അത്ഭുത വചനങ്ങളെ ദൈവമക്കളെ നിസ്സാരമായി കാണാതെ ഗൗരവമായി കാണണമേ എന്ന് പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. അതുപോലെ അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. അത് സിമ്പിളാണല്ലോ, കാര്യം വളരെ സിമ്പിളാണ്, ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ. 31-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 31-ാം അധ്യായം അതിലെ 33-ാം വാക്യം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. 32-ാം അധ്യായത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില വാക്യങ്ങൾ കൂടി നമുക്ക് 32-ാം അധ്യായത്തിലെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവം വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. അത് അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വവുമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകും. ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ വ്യക്തമായ ഡെഫിനിഷൻ എന്ത് മനോഹരമായിട്ട് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ 33-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചാൽ അതിങ്ങനെ വായിക്കുന്നല്ലോ. അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ എന്നു നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. 16-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതുപോലെ സർവശക്തനായ സർവബലഹനായ മഹാദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്ന അനേക വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ ദൈവമക്കളെ. ഈ സത്യത്തെ തിരിച്ചറിയാതെ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും അത്തരം അഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത് വചനവിരുദ്ധമാണ്, പൈശാചികമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം പിന്നെ ആരാണ്? അപ്പം എത്ര ദൈവമുണ്ട്? ദൈവത്തിൻ്റെ അഗ്നിജ്വാലയിൽ വെളിപ്പെട്ട് ദൈവം സംസാരിച്ചു, ഞാൻ ഏകനാണ്, ഞാൻ മാത്രമാണ് ദൈവമെന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആ ദൈവത്തിൻ്റെ ശബ്ദത്തെ അവഗണിച്ച് പുച്ഛിച്ച് പുറന്തള്ളിക്കൊണ്ട് യേശുക്രിസ്തുവിനെ ദൈവമാക്കാൻ നോക്കുന്നവരുടെ അജ്ഞതയെപ്പറ്റി എന്തു പറയാൻ? അവരുടെ അജ്ഞത എന്നുള്ളതിനേക്കാൾ ഉപരി പിശാചു വഞ്ചിച്ച് സത്യത്തെ മറിച്ചു കളയുന്ന ദയനീയമായ രംഗമാണ് എന്ന് വേദനയോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. തിരുവചനത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്ന വ്യക്തികൾക്ക്
യഹോവയായ ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് സംശയരഹിതമായ ബോധ്യമാകും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവം കൊടുത്ത ദൈവിക അധികാരം സ്വർഗത്തിലും ഭൂമിയിലും യേശുക്രിസ്തുവിനുണ്ട് എന്നതും സത്യമാണ്. ലാസറുടെ നാറ്റം വെച്ച ദിവസം 4-ാം ദിവസം ഉയർപ്പിക്കാൻ യേശുക്രിസ്തു പ്രാർത്ഥിച്ച് സാധിച്ചല്ലോ. വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഒത്തിരി അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ കർത്താവ് ചെയ്തു. ഞാനത് നിഷേധിക്കുന്നില്ല, 100% അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ശക്തിയും അധികാരവുമെല്ലാം യഹോവയായ ദൈവം യേശുക്രിസ്തുവിന് ദാനമായി കൊടുത്ത് ആ ദാനത്തെ കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാതെ യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് സ്വയമായി ലഭിച്ച അധികാരമല്ലേ അല്ല. സ്വയമായി ദൈവം എന്ന് പറയുവാൻ യോഗ്യതയുള്ള ഏക ശക്തി, ഏക വ്യക്തി യഹോവയായ ദൈവം മാത്രമാകുന്നു. അതുകൊണ്ട് ശ്രോതാക്കൾ ദയവായി നമ്മൾ ഈ കേട്ട തിരുവചന ഭാഗങ്ങൾ ആഴമായി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഇതിന് സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്.